തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മൊഡ്യൂൾ 1 ഓൾറെഡി നമ്മൾ പറഞ്ഞേക്കണെയാണ്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്, എനർജിയുടെ മറ്റൊരു ഫോമാണ്. ഈ എനർജി ട്രാൻസ്ഫർ ആകുന്നത് ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം മൂലം. രണ്ട് വസ്തുക്കൾ തമ്മിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്ന എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ്. അപ്പോൾ ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 3 വഴികളുണ്ട്. അതിനാണ് നമ്മൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 3 വഴികളാണുള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. വെള്ളം തിളപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ 3 പേരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനെ സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ സ്റ്റൗവിൽ നിന്ന് തീ കൊടുക്കുന്നത് പാത്രത്തിൻ്റെ അടിഭാഗത്തോട്ടാണ്. പക്ഷേ ഇതൊരു മെറ്റലും കൊണ്ട് ഉണ്ടാക്കിയ പാത്രമാണെങ്കിൽ അതിൻ്റെ കുഴ വരെ ചൂടെത്തും. നമ്മൾ കൈ ഇവിടെ ആയിരിക്കും പിടിക്കുന്നത്, പക്ഷേ ഇവിടെ കൊടുത്ത തീയുടെ ചൂട് ഈ പാത്രത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തും, അതായത് ഈ കുഴയിലോട്ടൊക്കെ എത്തും. അങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം: ഇറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു മോളിക്യൂളിൽ നിന്ന് തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂളിലായിട്ട് ചാടിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇങ്ങനെ ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇല്ല. ഇവിടെ ആ പറയുന്ന മെറ്റീരിയൽ, മെറ്റൽ എന്ന് പറയുന്ന ആ സബ്സ്റ്റൻസ് ഇവിടെ മൂവ് ചെയ്യണില്ല. ഇപ്പോൾ മെറ്റൽ ഇവിടെ ഉണ്ടായിരുന്ന മെറ്റൽ അവിടെ തന്നെ നിൽക്കണുള്ളൂ, അത് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കണില്ല. ഹീറ്റ് മാത്രമാണ് ഒരു മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലായിട്ട് ഇങ്ങനെ ചാടി പോണത്. സബ്സ്റ്റൻസ് സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് സഞ്ചരിക്കാതെ ഹീറ്റ് മാത്രം ഇങ്ങനെ ചാടി പോകുന്ന രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ, വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ട് തിളച്ച് മറിയണുണ്ട്. വെള്ളത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയിലത്തെ വെള്ളമായിരിക്കും ആദ്യം ചൂടാവുക. ചൂടായി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കനം കുറയും. ഈ ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം നേരെ മേലോട്ട് വരും. തണുത്ത വെള്ളത്തിന് കട്ടി കൂടുതലാണ്, ആ തണുത്ത വെള്ളം താഴത്തോട്ടും വരും. അപ്പോൾ ഇങ്ങനെ ചൂട് കൂടി വെള്ളം തന്നെ മേലോട്ട് പോവുകയാണ്. ചൂട് കുറഞ്ഞ വെള്ളം, തണുത്ത വെള്ളം താഴത്തോട്ട് വരുന്നു, പിന്നെ അത് ഹീറ്റ് ആവുന്നു, പിന്നെ അത് മേലോട്ട് പോകുന്നു. ഇത് ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ നമുക്ക് വെള്ളം തിളച്ച് മരണമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? മോളിക്യൂൾ ബൈ മോളിക്യൂൾ ഹീറ്റ് ട്രാൻസ്ഫർ അല്ല ഇവിടെ നടക്കുന്നത്. അതായത് ഹീറ്റ് എന്ന് പറയുന്ന സാധനം വാട്ടറിൻ്റെ ഒരു മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലേക്ക് ഇങ്ങനെ ചാടി പോവുകയല്ലേ ചെയ്തത്. വാട്ടർ ഇറ്റ്സെൽഫ് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അത് വാട്ടർ തന്നെയാണ് മേലോട്ട്, വെള്ളം തന്നെയാണ് മേലോട്ട് മൂവ് ചെയ്തത്. അതായത് കൺവെക്ഷൻ എന്ന് പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം. ഈ പറയുന്ന ഫ്ലൂയിഡിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് വഴി ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷനും കണ്ടക്ഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടക്ഷൻ്റെ അകത്ത് സബ്സ്റ്റൻസ് മൂവ് ചെയ്യണില്ല, ഹീറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കൺവെക്ഷൻ്റെ അകത്ത് ഹീറ്റ് മൂവ് ചെയ്യണില്ല, പകരം സബ്സ്റ്റൻസ് ആണ് മൂവ് ചെയ്യണത്, അതായത് ഫ്ലൂയിഡ് ആണ് മൂവ് ചെയ്യണത്. ഇനി മൂന്നാമത്തെ റേഡിയേഷൻ. റേഡിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് എ മീഡിയമാണ്. ആദ്യം പറഞ്ഞ രണ്ടുപേർക്ക് മീഡിയം വേണം. ആദ്യത്തെ ആൾക്ക് കണ്ടക്ഷന് മെറ്റൽ വേണമായിരുന്നു, കൺവെക്ഷന് വെള്ളം വേണമായിരുന്നു. പക്ഷേ റേഡിയേഷന് അങ്ങനെ ഒരു മീഡിയം വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ചൂടുള്ള വെള്ളത്തിൻ്റെ, ഇനിയിപ്പോൾ വെള്ളം ഇല്ലാന്ന് വിചാരിക്കുക, ഈ പാത്രത്തിൻ്റെ മേലെ നമ്മളിങ്ങനെ കൈ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നുള്ള ചൂട്, ഈ അടിയിൽ മെറ്റൽ ചൂടാക്കുന്നതിൻ്റെ ചൂട് നമ്മുടെ കയ്യിലോട്ട് എത്തും. അപ്പോൾ അവിടെ ഒരു മീഡിയം ഇല്ലാതിരുന്നിട്ട് കൂടി ആ ഹീറ്റ് നമ്മുടെ കയ്യിലോട്ടെത്തി. അങ്ങനെ മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ വിളിക്കാം റേഡിയേഷൻ. അത് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് ഹീറ്റ് എത്തുന്ന സമയത്താണ്. ഇത് സണ്ണും ഇത് എർത്തും എന്ന് വിചാരിക്കുക. ഈ സണ്ണിൽ നിന്ന് എർത്തിലോട്ട് ഹീറ്റ് സൂര്യനുള്ള ചൂട് നമ്മുടെ ഭൂമിയിലോട്ട് ഇങ്ങനെ എത്തണത്. ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്, സ്പേസാണ്. അപ്പോൾ ആ സ്പേസിലൂടെ ഒരു മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെയാണ് ഹീറ്റ് ഭൂമിയിലോട്ട് എത്തുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് റേഡിയേഷനാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫൊറിയർ ലോ ഓഫ് തെർമൽ കണ്ടക്ഷൻ ആണ്. ഫൊറിയർ ലോ നമുക്ക് പറഞ്ഞു തരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു. അതായത് ഇപ്പോൾ ഇവിടെ ഒരു തീ ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് തീയാന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ തീയിലോട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ കമ്പി, ഇതേപോലെയുള്ള ഒരു അയണിൻ്റെ റോഡ് ഇങ്ങനെ പിടിച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് കൈ പിടിച്ചേക്കണേ, ഈ ഭാഗത്താണ് നമ്മൾ കൈ പിടിച്ചേക്കണേ. പിന്നെ തീയിലോട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ തീയിൽ നിന്നുള്ള ഹീറ്റ് നമ്മുടെ മെറ്റലിൽ കയറി മെറ്റലിൽ കൂടെ സഞ്ചരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തും. നമ്മുടെ കൈക്ക് പൊള്ളൻ അനുഭവപ്പെടും കുറച്ചു നേരം കഴിയുമ്പോൾ. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ, ഹീറ്റ് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ റേറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഫൊറിയർ ലോ നമുക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഫൊറിയർ ലോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂവിൻ്റെ വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കാന്നാണ് ഇവിടെ പറയുന്നത്. ഇക്വേഷൻ പഠിച്ചാൽ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ ആൾ എ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് നമ്മൾ ഈ പറയുന്ന മെറ്റൽ റോഡിന് നല്ല ഏരിയ ഉണ്ട്, നല്ല വലിപ്പം ഉണ്ടെന്ന് വിചാരിക്കുക. വലിപ്പം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഹീറ്റ് ഇവിടെ നിങ്ങളുടെയൊക്കെ ട്രാൻസ്ഫർ ആവും. രണ്ടാമത് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസാണ്. ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഡി ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിലുള്ള ചേഞ്ച്. അതായത് ഇവിടെ 100 ഡിഗ്രി ഞാൻ വിചാരിക്കുക ചൂട്,
ഇവിടെ 30 വിചാരിക്കുക. ഇതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. 100 - 30 70. ഈ ടെമ്പറേച്ചറുള്ള വ്യത്യാസം രണ്ടിലും കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ സ്പീഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവും, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ രണ്ടാമത് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡീറ്റിനെയാണ്, ടെമ്പറേച്ചറുള്ള വ്യത്യാസം. ഇനി താഴെ വരുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതായത് താഴെ വരുന്ന ആൾക്ക് നേരെ വിപരീതമായിട്ടായിരിക്കും ഈ സാധനം വരുന്നത്. അതായത് താഴെ വരുന്ന ആൾ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കുറയാണ് ചെയ്യണത്. നിങ്ങൾ നോക്കുക, ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിൻ്റെ, ഈ പറയുന്ന റോഡിൻ്റെ ലെങ്ത് ആണ്. എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നുള്ളതാണ് ഡി എക്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അത്രയും പതിയല്ലേ ഹീറ്റ് നമ്മുടെ കയ്യിലോട്ടെത്തുള്ളൂ. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കുറയും, അതുകൊണ്ട് ഡി എക്സ് താഴെ വന്നു. ഇനി ഇത് കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, കെ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. മൈനസ് കെ എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് കെ ആരാന്ന് പറഞ്ഞാൽ മതി. കെയുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അതായത് പല മെറ്റീരിയൽസിനും പല കഴിവായിരിക്കും ഹീറ്റിനെ കടത്തിവിടാനായിട്ട്. അപ്പോൾ മരത്തിനുള്ള അതേ കഴിവായിരിക്കില്ല ഇരുമ്പിൽ കൂടുതൽ വേഗത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ഇനി മെറ്റൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല മെറ്റൽ, അലൂമിനിയം, സ്റ്റീല്, ഇരുമ്പ്, പലതിനും പല കഴിവായിരിക്കും ഹീറ്റിനെ കടത്തിവിടാനായിട്ട്. ആ കഴിവിനെ സൂചിപ്പിക്കുന്ന, ആ മെറ്റീരിയലിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ടേമാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത്രയും പേരെയാണ് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ് ശരിക്കും ഫോറിയറിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇക്വേഷൻ പഠിക്കുക, ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത്, അതുപോലെ തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒരാളും കൂടെ ഉണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി. ഇനി ഈ ഡി ടി ഡി ബൈ ഡി എക്സ് നമ്മൾ ഡെഫിനേഷനിലേക്ക് ഒറ്റ ടൈമായിട്ടാണ് പറഞ്ഞത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രേഡിയൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. ഡി ടി ബൈ ഡി എക്സിൻ്റെ പേര് ഗ്രേഡിയൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഗ്രേഡിയൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, പിന്നെ കെ, തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതിനെ ഒരുമിച്ച് ഒറ്റയാക്കി പറഞ്ഞാൽ മതി. ഇനി ഫ്രണ്ടിലൊരു നെഗറ്റീവ് സിമ്പിൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങനെയും കൂടെ പറഞ്ഞു, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നും കൂടെ കൂട്ടി പറഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് മെഷേഴ്സ് ദ മെറ്റീരിയൽ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ്. ഒരു വസ്തുവിന് ഹീറ്റിനെ കടത്തിവിടാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന വാല്യൂ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി കെ എന്ന് പറയുന്നത്. പഠിക്കാനുള്ള ടേം തെർമൽ റേഡിയേഷൻ ആണ്. റേഡിയേഷൻ ഓൾറെഡി നമ്മൾ കണ്ടു. ആ സാധനം തന്നെയായിട്ട് ഇവിടെ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് റേഡിയേഷൻ ആണ്, എക്സ്റേ റേഡിയേഷൻ ആണ്, ഗാമാറേ റേഡിയേഷൻ ആണ്, അങ്ങനെ പല റേഡിയേഷൻ ഉണ്ട്. പിന്നെ എല്ലാത്തിനും നമ്മൾ റേഡിയേഷൻ തന്നെ വിളിക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന റേഡിയേഷൻ തെർമൽ റേഡിയേഷനാണ്. ലൈറ്റിനെ പറ്റിയിട്ടൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ മേലെ എക്സാമ്പിളിൽ കണ്ടു, പാത്രമൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്തോ സാധനം മേലോട്ട് വരുന്നുണ്ട്. ആ മേലോട്ട് വരുന്ന സാധനം കാരണം നമ്മളിവിടെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളൽ അനുഭവപ്പെടും, അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടും. ആ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ തെർമൽ റേഡിയേഷൻ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് മീഡിയത്തിൻ്റെ സഹായം ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ തെർമൽ റേഡിയേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ താഴെ ഇതൊരു പാനാണ് വിചാരിക്കുക. ഈ പാനാണ് നമ്മൾ അടിയിൽ നിന്ന് ചൂടാക്കിയേക്കണം, സ്റ്റവ് വെച്ചിട്ട് ഈ പാനിനെ. അപ്പോൾ ഈ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് തെർമൽ റേഡിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ തെർമൽ റേഡിയേഷൻ എന്താണെന്ന് വായിച്ചു നോക്കി. ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫ്രം എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. ഈ പറയുന്ന ലൈറ്റ്, എക്സ്റേ, ഗാമാറേ, ഇവരെല്ലാവരും നമ്മൾ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതെങ്ങനെ ഉണ്ടാവണേ? ഡ്യൂ ടു ടെമ്പറേച്ചർ. ഒരു ബോഡിയിൽ നിന്ന് അതിന് ടെമ്പറേച്ചർ മൂലമാണ് തെർമൽ റേഡിയേഷൻ ഉണ്ടാവുന്നത്. ഈ തെർമൽ റേഡിയേഷനോട് പല ബോഡീസും റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് 3 ടേം നമുക്ക് പഠിക്കാണ്ട്: റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ബോഡി എടുക്കുകയാണ്. അപ്പോൾ ആ ബോഡിയിലോട്ട് തെർമൽ റേഡിയേഷൻ വരിക. മറ്റേതൊരു ബോഡി ചൂടായത് മൂലം അവിടെ നിന്നുണ്ടായ തെർമൽ റേഡിയേഷൻ. ഇപ്പോൾ ഭൂമിയാണെന്ന് തന്നെ കരുതുക. സൂര്യനിൽ നിന്നുള്ള തെർമൽ റേഡിയേഷൻ ഭൂമിയിലോട്ട് വരികയാണ്. ഈ ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് തെർമൽ റേഡിയേഷനെ നമ്മുടെ ഭൂമി തിരിച്ച് റിഫ്ലക്റ്റ് ആണ്. ഭൂമിയിൽ ഇടിച്ചതിന് ശേഷം ഈ തെർമൽ റേഡിയേഷൻ നേരെ തിരിച്ച് റിട്ടേൺ പോവാണ്. ഇങ്ങനെ റിട്ടേൺ പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഇൻസിഡൻ്റ് റേഡിയേഷൻ നേരെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തെർമൽ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന തെർമൽ റേഡിയേഷനെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അതായത് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകില്ല, പകരം ആ സാധനത്തിനെ വലിച്ചെടുക്കും. ഇതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം റിഫ്ലക്റ്റ് ആയി പോവില്ല, അതുപോലെ തന്നെ അബ്സോർബ് ആവില്ല, പകരം ഈ സാധനം ഇതിൻ്റെ അകത്തേക്കൂടെ കടന്ന് പുറത്തോട്ട് വരും. അതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ബോഡി ഈ പറയുന്ന തെർമൽ റേഡിയേഷനെ അകത്തേക്കൂടെ കയറ്റി പുറത്തേക്കൂടെ വിടും. അതായത് നമ്മളൊരു ഗ്ലാസ്സിലോട്ടൊക്കെ ടോർച്ച് അടിക്കുന്ന പോലെ ആയിരിക്കും. ഗ്ലാസിൻ്റെ അകത്തേക്കൂടെ വെളിച്ചം കയറി അപ്പുറത്തോട്ട് കടന്നു പോകുന്ന പോലെ. അപ്പോൾ 3 രീതിയിലും ഒരു ബോഡി തെർമൽ റേഡിയേഷനെ സ്വീകരിക്കാം. ഒന്നല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സംഭവിക്കാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് 3 രീതിയിലുള്ള കഴിവുകളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്: റിഫ്ലക്റ്റിവിറ്റി, അബ്സോർബിലിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി. റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയും, അബ്സോർബ് ചെയ്യാനുള്ള കഴിവിനെ അബ്സോർബിറ്റിവിറ്റി എന്ന് പറയും,
ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഡിഫൈൻ ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതി വയ്ക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ബോഡി തെർമൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഭൂമി തന്നെ, ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക. ഭൂമിയിലോട്ട് സൂര്യനിൽ നിന്നുള്ള തെർമൽ റേഡിയേഷൻസ് വരുന്ന സമയത്ത് ഭൂമി ഒരുപാട് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. കുറച്ചൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും, ഒരുപാട് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. കാരണം ഇത് തെർമൽ റേഡിയേഷനെ വലിച്ചെടുത്തേക്കുക. അബ്സോർബ് ചെയ്യുമ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോഡി ഹീറ്റ് ആയേക്കുവാണ്. നമ്മൾ പഠിച്ചേക്കണാണ് ചൂടുള്ള ഏത് വസ്തുവും തെർമൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള തെർമൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ബോഡി ചൂടായി. ഈ ബോഡി എന്ത് ചെയ്യും? എന്നിട്ട് സ്വന്തമായിട്ട് തെർമൽ റേഡിയേഷൻ പുറത്തോട്ട് എമിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ഭൂമിയെ പറ്റിയിട്ടൊന്നുമല്ല പറഞ്ഞത്, നമുക്ക് പഠിക്കാനുള്ളത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ ബ്ലാക്ക് ബോഡി നിങ്ങൾ പറയുമ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുമെങ്കിലും അതൊരു ബ്ലാക്ക് കളേർഡ് ബോഡി അല്ല. പക്ഷേ അത് ബ്ലാക്ക് കളേർഡ് ബോഡിയോട് ഏകദേശം സാമ്യത ഉള്ളൊരു ബോഡിയാണ്. പക്ഷേ ഇവിടെ കളറിനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ബോഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് വരുന്ന എല്ലാ തെർമൽ റേഡിയേഷനെയും അബ്സോർവ് ചെയ്യും. അതായത് അതിൻ്റെ അകത്തോട്ട് ഏത് വേവ് ലെങ്ത്തിൽ ഈ വരുന്ന തെർമൽ റേഡിയേഷനൊക്കെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. വേവ് ലെങ്ത്തിൻ്റെ സിമ്പിൾ ലാംഡ കേട്ടോ. അതായത് പല തെർമൽ റേഡിയേഷനിലുള്ള പല വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷൻ നമ്മുടെ ബ്ലാക്ക് ബോഡിയിലോട്ട് വരും. ഈ ഏത് വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ ബ്ലാക്ക് ബോഡി അതിനെ അബ്സോർവ് ചെയ്യും. അങ്ങനെ ഏത് തെർമൽ റേഡിയേഷനെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുക. അത് മാത്രമല്ല, ഈ ബ്ലാക്ക് ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലാക്ക് ബോഡി ചൂടാവും. എന്നിട്ട് ഈ ബ്ലാക്ക് ബോഡിക്ക് ഏത് വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷനെ തിരിച്ച് എമിറ്റ് ചെയ്യാനും സാധിക്കും. സ്വന്തം ചൂടുണ്ടാക്കി ആ ചൂടിൽ നിന്ന് സ്വന്തമായിട്ട് ഏത് വേവ് ലെങ്ത്തിലുള്ള തെർമൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ ബ്ലാക്ക് കളർ ബോഡിയോട് സാമ്യതയുള്ള സാധനമാണ്. കാരണം നമ്മുടെ ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ചൂടുകാലത്തൊക്കെ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് വരുന്നു പറയും ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നൊക്കെ തെർമൽ റേഡിയേഷൻ, അതായത് ചൂട് വരുന്ന സമയത്ത് ഈ ചൂടിനെ നമ്മുടെ ബ്ലാക്ക് ബോഡിയുടെ പോലത്തെ സ്വഭാവമാണ് ബ്ലാക്ക് കളറിനുള്ള. ഈ ബ്ലാക്ക് കളേർഡ് ഷർട്ടൊക്കെ എന്ത് ചെയ്യും? മാക്സിമം അബ്സോർബ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യില്ല, പകരം അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ ഷർട്ട് ഭയങ്കരമായിട്ട് ചൂടാവും. അന്നേരം ആ ഷർട്ട് ഇട്ടേക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ബോഡി. പക്ഷേ ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താ? കറുത്ത കളറിനേക്കാൾ അധികം കഴിവുണ്ട്. കറുത്ത കളർ എല്ലാവരും ഒന്നും അബ്സോർബ് ചെയ്യില്ല, കുറച്ച് പേരെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബോഡിയാണ്. അതെല്ലാത്തിനും അബ്സോർബ് ചെയ്യും. ഏത് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ വന്നാലും അതിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തിരിച്ച് ഏത് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും സാധിക്കും. ഡെഫിനേഷൻ വായിച്ചു നോക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പ്ലാങ്ക്സ് ലോ ആണ്. പ്ലാങ്ക്സ് ലോ പറയുന്ന വേവ് ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന അകത്തോട്ട് വരുന്ന റേഡിയേഷൻ ഒരു വേവ് ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ട് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു ബോഡിയിലോട്ട് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ റേഡിയേഷൻ വരുന്നു. ആ റേഡിയേഷൻ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തിട്ട് പുറത്തോട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത്. വരുന്ന വേവ് ലെങ്ത്തും അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷനും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ പ്ലാങ്ക്സ് ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലാംഡ എം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ലാംഡ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ വരുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ലാംഡ എം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാംഡ എം എന്ന് പറയുന്ന വേവ് ലെങ്ത്തിലാണ് ഈ ബോഡി മാക്സിമം റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യണത്. ലാംഡ എമ്മിലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ ഇവിടെ റേഡിയേഷൻ എനർജി, ഈ പച്ചക്കളർ കൊടുത്തേക്കണം, പുറത്തോട്ട് പോകുന്ന റേഡിയേഷൻ എനർജിയാണ് കാണിച്ചേക്കണത്. ഇനി എക്സ് ആക്സിസ് നോക്കി കഴിഞ്ഞാൽ അവിടെ കൊടുത്തേക്കുന്നത് വേവ് ലെങ്ത് ആണ്. ഈ വരുന്ന വേവ് ലെങ്ത് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വേവ് ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഗ്രാഫ് വരച്ചേക്കണം കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പീക്ക് വാല്യൂ, ഏറ്റവും മാക്സിമം വാല്യൂ എപ്പോഴാണ് വന്നേക്കണമെന്ന് നോക്കി. ഏറ്റവും മാക്സിമം ലാംഡ എം എന്ന് പറയുന്ന വാല്യൂ വന്നിരിക്കുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ലാംഡ എം ആകുമ്പോഴാണ് അതിൻ്റെ റേഡിയേഷൻ എനർജി ഏറ്റവും മാക്സിമം ആവുന്നത്. ഓക്കെ, ഇനി ആ വേവ് ലെങ്ത്തിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിച്ചേക്കണമെന്നാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റണത്. അപ്പോൾ ആദ്യം ടെമ്പറേച്ചർ T1 ആയിരുന്നു, കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരുന്നു. അതിൽ നിന്ന് ഇവരെന്ത് ചെയ്തു? ഇവിടെ T1 എന്നാട്ടോ T2 ആക്കി, പിന്നെ അതിൽ നിന്ന് T3 ആക്കി. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ നമുക്ക് വേറെ 2 ഗ്രാഫുകളും കൂടെ കിട്ടി. T2ൻ്റെ ഗ്രാഫും കിട്ടി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ T3യുടെ ഗ്രാഫും കിട്ടി. അങ്ങനെ 3 ഗ്രാഫായി. ഈ 3 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ആദ്യം ലാംഡ എം ഈ പോയിന്റിലായിരുന്നു, രണ്ടാമത് ലാംഡ എം ഇവിടെയായി, മൂന്നാമത് ലാംഡ എം ഇവിടെയായി. അതായത് ഈ ലാംഡ എം എന്ന് പറയുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നറിയോ? ടെമ്പറേച്ചർ കൂടുന്തോറും ലാംഡ എമ്മിൻ്റെ വാല്യൂ കുറഞ്ഞാൽ തന്നെ. അതായത് നമുക്ക് പറയാം ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതിൻ്റെ നോട്ടിൽ അതും കൂടെ ഒന്ന് എഴുതി ചേർക്കണം കേട്ടോ.
ലാംഡ എം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. പ്ലാങ്ക്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം പ്ലാങ്ക്സ് ലോ കാണിക്കുന്നത് ഈ പറയുന്ന വേവ് ലെങ്ത്തും റേഡിയേഷൻ എനർജിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ഗ്രാഫിൻ്റെ അകത്ത് 3 ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കുക. അതിനുശേഷം പറയാം ടെമ്പറേച്ചർ കൂടുന്തോറും ലാംഡ എം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയി പോകണം. അതായത് ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത്ര എഴുതിയാലും മതി കേട്ടോ. ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അടുത്ത് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ ആണ്. സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ബോഡി ഉണ്ടല്ലോ, ബ്ലാക്ക് ബോഡി ഞാൻ വിചാരിക്കുക. ഈ ബ്ലാക്ക് ബോഡിയിലോട്ട് റേഡിയേഷൻ വന്ന് ഈ ബ്ലാക്ക് ബോഡി ചൂടായി കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ബോഡി എന്ത് എമിറ്റ് ചെയ്യും? സ്വന്തമായിട്ട് എനർജി എമിറ്റ് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും അല്ലേ? ഈ എനർജിയുടെ വാല്യൂ ആണ് പറഞ്ഞത്. ഈ എനർജിയുടെ വാല്യൂ ആണ് നമ്മുടെ സ്റ്റെഫാൻ ബോൾട്സ്മാൻ പറഞ്ഞു തന്നെ. ഈ എനർജിയുടെ വാല്യൂ എച്ച് ആണ് വിചാരിക്കുക. എച്ചിൻ്റെ വാല്യൂ ആണ് പറഞ്ഞു തന്നെ. എച്ചിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചാൽ മതി. എച്ചിൻ്റെ ഇക്വേഷൻ എന്താ? എ സിഗ്മ ടി റേസ് ടു 4 ആണ്. T4 എന്നല്ല, ടി റേസ് ടു 4 എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ബോഡിയാണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെഫാൻ ബോൾട്സ്മാൻ്റെ തന്നെ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തേക്കണേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇക്വേഷനിലുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഗ്രേ ബോഡി. നമ്മൾ ബ്ലാക്ക് ബോഡിനെ പറ്റി പറഞ്ഞില്ലേ? ഈ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ വസ്തു ശരിക്കും ഉള്ള ഒരു വസ്തുവല്ല, റിയൽ ആയിട്ടുള്ള ഒരു വസ്തുവല്ല. അതൊരു ഇമാജിനറി ബോഡിയാണ്. ശരിക്കും എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനെയും അബ്സോർവ് ചെയ്യുന്ന ഒരു ബോഡി ഇല്ല. പകരം കുറച്ച് റേഡിയേഷനെങ്കിലും ഈ പറയുന്ന ബോഡീസ്, റിയൽ ആയിട്ടുള്ള ബോഡീസ് കുറച്ച് റേഡിയേഷനെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ഒക്കെ ചെയ്ത് കളയും. എല്ലാത്തിനും അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറുള്ള ഷർട്ട് എടുത്താൽ തന്നെ അതിന് പൂർണ്ണമായിട്ട് എല്ലാ റേഡിയേഷനും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ആണെങ്കിൽ പോലും റിഫ്ലക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ട്രാൻസ്മിറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ബോഡി അല്ലാത്ത റിയൽ ആയിട്ടുള്ള ലോകത്തുള്ള എല്ലാ ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേ ബോഡി. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കുക, ഗ്രേ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ഒബ്ജക്റ്റ് ആണ് ദാറ്റ് ഡസ് നോട്ട് എമിറ്റ് റേഡിയേഷൻ ആസ് എഫിഷ്യൻ്റ്ലി ആസ് ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡിനെ പോലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആളെയാണ് നമ്മൾ ഈ ഗ്രേ ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ ആളുടെ കഴിവ്, എമിറ്റ് ചെയ്യാനുള്ള കഴിവ്, എമിസിറ്റി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വാല്യൂ E = 1 എന്നാണ് നമ്മൾ എഴുതാറ്. E = 1, അതാണ് ഏറ്റവും മാക്സിമം വാല്യൂ. അപ്പോൾ ഗ്രേ ബോഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഈ 1നേക്കാൾ താഴെയായിരിക്കും, അതായത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബ്ലാക്ക് ബോഡിയുടെ എമിസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും മാക്സിമം ആയിരിക്കും, അത് 1 ആയിരിക്കും വാല്യൂ. ഇനി ഗ്രേ ബോഡിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും, അതായത് എപ്പോഴും 1ൻ്റെ താഴെയായിരിക്കും. ഇനി നമ്മൾ ഓൾറെഡി കൺവെക്ഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചാണ്. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ രണ്ടാമത്തെ ആളായിരുന്നു കൺവെക്ഷൻ. കൺവെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വെള്ളം തിളച്ച കേസായിരുന്നു. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡ് തന്നെ മൂവ് ചെയ്തിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാക്കണത്. ഇനി ഈ പറയുന്ന കൺവെക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നാച്ചുറൽ കൺവെക്ഷൻ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ എക്സാമ്പിളാണ് സീ ബ്രീസ്, കടലിൽ നിന്നുള്ള കാറ്റൊക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത്, ജസ്റ്റ് സംഭവം ലോജിക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഈ പകൽ സമയത്ത് സൂര്യനുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ ഭൂമിയിലോട്ട് ഹീറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം ഹീറ്റ് ആവുന്നത് ലാൻഡ് സീയാണ് കാണിച്ചേക്കണം. അപ്പോൾ ലാൻഡും സീയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഹീറ്റ് ആവുന്നത് ലാൻഡായിരിക്കും, കരയാണ് ആദ്യം ചൂടാവുക. അപ്പോൾ കര ചൂടായി കഴിയുമ്പോൾ കരയുടെ മേലുള്ള എയർ നല്ല രീതിയിൽ ചൂടാവും. എയർ ചൂടായി കഴിഞ്ഞാൽ ഏത് വസ്തുവിൻ്റെയും കട്ടി കുറയും, കനം കുറയും, അത് ഡെൻസിറ്റി കുറയും. ഈ എയർ നേരെ മേലോട്ട് പോകും. ഇവിടെയുള്ള എയറൊക്കെ നേരെ മേലോട്ട് പോകും. എയർ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അവിടെ ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരും. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് കടലിൽ നിന്നുള്ള കാറ്റ് നേരെ ഈ സ്പേസിലോട്ട് കയറി വരും. ഇങ്ങനെ കയറി വരുമ്പോഴാണ് കടലിൽ നിന്നുള്ള കടൽക്കാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. സീ ബ്രീസ് നമ്മൾ പറയും. ആ സീ ബ്രീസ് നമ്മുടെ നാച്ചുറൽ കൺവെക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എയർ മൂവ് ചെയ്തത് ഒരു വസ്തുവിൻ്റെ സഹായം കൂടാതെ തന്നെ മൂവ് ചെയ്ത്, നമ്മൾ എന്തെങ്കിലും ഫാൻ വെച്ചിട്ടോ ബ്ലോവർ വെച്ചിട്ടോ ഒന്നും അടിച്ച് കയറ്റുമല്ല ചെയ്തത്, തന്നെ ഫ്ലോ ചെയ്യുകയാണ്, ഫ്ലൂയിഡ് തന്നെ ഫ്ലോ ചെയ്തത്. ഇതിനാണ് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. വായിച്ചു നോക്കുക ഇവിടെ, വെൻ ടെമ്പറേച്ചർ ഡിഫറൻസസ് പ്രൊഡ്യൂസസ് ഡെൻസിറ്റി ഡിഫറൻസ്. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം മൂലം ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായി. ഇവിടുത്തെ എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു, ഡെൻസിറ്റി റോ ആണ് സിമ്പിൾ, ആ ഡെൻസിറ്റി കുറഞ്ഞു. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറ്റ് റിസൾട്ടഡ് ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ്. ആ ഡെൻസിറ്റി കുറഞ്ഞത് മൂലം ഫ്ലൂയിഡ്, അതായത് എയർ എന്ന് പറഞ്ഞ സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച കേസിലാണെങ്കിൽ പോലും അടിയിലത്തെ വെള്ളം ചൂടായി കഴിഞ്ഞ് തന്നെ മേലോട്ട് കയറി വരിക ചെയ്തത് അല്ലേ? അവിടെ അടിയിലത്തെ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു, മേലുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരുന്നു. ഈ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം മൂലം, ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് മൂലം ഫ്ലൂയിഡ് മൂവ് ചെയ്തു, വെള്ളം മൂവ് ചെയ്തു. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നാച്ചുറൽ കൺവെക്ഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഫോഴ്സ്ഡ് കൺവെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യാനായിട്ട് അവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരാളുടെ സഹായം ഉണ്ടായിരിക്കും.
വായിച്ചു നോക്കുക. വെൻ മോഷൻ ഓഫ് ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഡിവൈസസ് സച്ച് ആസ് പമ്പ്, ഫാൻ, ബ്ലോവർ എക്സെട്ര. അങ്ങനെ എക്സ്റ്റേണൽ ഡിവൈസസിൻ്റെ സഹായത്തോട് കൂടിയാണ് ഈ പറയുന്ന എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ഒക്കെ അതിന് എക്സാമ്പിളാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, മനുഷ്യൻ്റെയൊക്കെ ബോഡിയിൽ ഹേർട്ട് ഉണ്ട്. ഈ ഹേർട്ട് ആണ് നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യണത്. ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ റീജിയനിൽ എത്തുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഹീറ്റ് ലഭിക്കുന്നത്. രക്തോട്ടം നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡി പാർട്ട് തണുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലോട്ടും ഹീറ്റ് എത്തിക്കുന്നത് ബ്ലഡാണ്. ഇപ്പോൾ ഈ ബ്ലഡ് തന്നെ മൂവ് ചെയ്യാണ് ചെയ്യണേ. ഡെൻസിറ്റിയുള്ള വ്യത്യാസം മൂലം തന്നെ മൂവ് ചെയ്യല്ല ചെയ്യണേ. പകരം ഈ പറയുന്ന ഹേർട്ട് അതിനെ പമ്പ് ചെയ്യുക ചെയ്യണേ. അപ്പോൾ അതൊരു ഫോഴ്സ്ഡ് കൺവെക്ഷനാണ്. അതുപോലെ തന്നെ വണ്ടിയുടെയൊക്കെ റേഡിയേറ്റർ സിസ്റ്റത്തിൽ ഈ പറയുന്ന കൂളൻ്റ് നമ്മുടെ എൻജിനിൽ പോയി തിരിച്ച് റേഡിയേറ്ററിലോട്ട് വന്നിങ്ങനെ ചൂടിനെ പുറത്തോട്ട് തള്ളി കളഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ ആ സർക്കുലേഷൻ, കൂളൻ്റ് ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സർക്കുലേഷൻ തന്നെ സംഭവിക്കണമല്ല, ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം മൂലം തന്നെ മൂവ് ചെയ്യണമല്ല. അവിടെയും ഈ പറയുന്ന പോലെ പമ്പുകളുണ്ടാവും. ഈ പമ്പുകളാണ് ഈ പറയുന്ന കൂളൻ്റിനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ കൺവെക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്: നാച്ചുറൽ കൺവെക്ഷൻ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ.